Hi students, next chapter ആണ് കെമിസ്ട്രിയിലെ ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത് 24th ചാപ്റ്റർ. സോ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് പാരഫിൻസ് ആണ്, അല്ലെങ്കിൽ ആൽക്കെയിൻ എന്ന് പറയും. ഓക്കെ, സോ സിംഗിൾ ബോണ്ട് വരുന്ന സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ കാർബൺ 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 ഹൈഡ്രോജൻ കോമ്പൗണ്ട്സിനിടയ്ക്ക് സിംഗിൾ ബോണ്ട് വരികയാണെങ്കിൽ അത് ആൽക്കെയിൻ എന്ന് പറയും. അത് നമ്മൾ പാരഫിൻസ് എന്ന് പറയും. സോ ആൽക്കെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. സോ കാർബൺ ഹൈഡ്രോജൻ കോമ്പൗണ്ടുകളിൽ സാച്ചുറേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സിംഗിൾ ബോണ്ട് ഉള്ളവയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ട്രിപ്പിൾ ബോണ്ടുകൾ വരുന്നതാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ്. സോ ആൽക്കൈനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സിംഗിൾ ബോണ്ട് മാത്രമേ അവർക്ക് വരൂ. അവർ പല റിയേജൻസുമായിട്ട് എന്താണ് റിയാക്ഷൻ വളരെ കുറവാണ്, ഇപ്പം ലെസ് റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് അവരെ നമ്മൾ എന്താണ് പാരഫിൻസ് എന്നാണ് പറയുന്നത്. സോ പാര മീൻസ് എന്താണ്, ലിറ്റിൽ അഫിനിറ്റി എന്നാണ്. ഓക്കെ, പാരം മീൻസ് ലിറ്റിൽ എന്നാണ്, അഫിൻസ് മീൻസ് എന്താണ് അഫിനിറ്റി. ഇപ്പം എന്താണ് പലതുമായിട്ട് എന്താണ് അവർ അഫിനിറ്റി കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവർ റിയാക്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം ടെൻഡൻസി കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെന്ത് പറയുന്നത് പാരഫിൻസ് എന്ന് പറയുന്നത്. സോ അവര് നമുക്ക് 4 രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് എന്താണ്, നമുക്ക് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിനകത്ത് ഇത് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ ഡബിൾ ബോണ്ടുകളും ട്രിപ്പിൾ ബോണ്ടുകളും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഹെട്രോളിസിസ് വഴിയൊക്കെ പ്രോസസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസിനെ ഉണ്ടാക്കാം. നെക്സ്റ്റ് ആണ് ഗുഡ്സ് റിയാക്ഷൻ. ഈ 4 റിയാക്ഷനും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. എല്ലാ റിയാക്ഷൻസും അതിന്റെ ഇക്വേഷൻസ് എന്താണ് മസ്റ്റ് ആയിട്ടും പഠിക്കുക. നമുക്കത് ഒന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല, എന്താണ് അത് കാണാൻ പഠിക്കാന്നേ ഉള്ളൂ. അത് നമുക്ക് എന്താണ് അതേപോലെ തന്നെ എഴുതണം, മിസ്റ്റേക്സ് ഇല്ലാണ്ട്. അതേപോലെ തന്നെ ഇക്വേഷൻസ് എഴുതണം. അതാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ചലഞ്ചും കൂടെയാണ്. പക്ഷെ അത് നിങ്ങൾ അതേപോലെ തന്നെ പഠിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഗുഡ്സ് റിയാക്ഷൻ. സോ ഒരു ആൽക്കൈൽ ഹാലൈഡും സോഡിയം കൂടി ചേർന്നിട്ട് എന്താണ് നമ്മൾ ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ അതിനെ റിയാക്ട് ചെയ്ത് ഒരു ഹയർ ആൽക്കൈൻ കിട്ടും. സോ അതിന്റെ ഒരു എക്സാമ്പിളും കാണിച്ചിട്ടുണ്ട്. സോ Rx+2Na പ്ലസ് XR, അതിന്റെ കൂടെ ഡ്രൈ ഈതർ നമ്മൾ ചേർക്കുകയാണെങ്കിൽ Rr+2NaX എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. അതാണ് ഗുഡ്സ് റിയാക്ഷൻ പറയുന്നത്. അപ്പൊ RR എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ ബോണ്ട് ആയിരിക്കും. നെക്സ്റ്റ് ആണ് സോഡ ലൈം ഡീകാർബോക്സിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ അതും എന്താണ്, സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡും Na ഒഴിച്ചും സോഡിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഓക്സൈഡും ചേർന്ന് നമുക്ക് എന്താണ് ഒരു ആൽക്കെയിൻ കിട്ടും. ഓക്കെ, സോ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നമുക്ക് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സോ ആ റിയാക്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് കോബിൾസ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഒരു പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡും നമ്മൾ അതിനെ കറണ്ട് പാസ് ചെയ്യിപ്പിക്കുക. ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് പാസ് ചെയ്യിക്കണം അല്ലെ, അങ്ങനെ ഒരു ഹയർ ആൽക്കെയിൻ കിട്ടും. അപ്പൊ അതാണ് കോബിൾസ് റിയാക്ഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രോളിറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ 4 മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിനും നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് ആൽക്കെയിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ആൽക്കെയിൻ എന്താണ്, കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, കളറും ഇല്ല സ്മെല്ലും ഇല്ല. അവർക്ക് എന്താണ് വീക്ക് വാൻഡർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമേ അവരുടെ ഇടയ്ക്കുള്ളൂ. അതായത് എന്താണ് അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് വളരെ കുറവാണ്. വീക്ക് ആയിട്ടുള്ള വാൻഡർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അവർക്ക് ഇടയ്ക്കുള്ളത്. പിന്നെ ആൽക്കെയിൻസ് എന്താണ് 1 to 4 കാർബൺ ആറ്റംസ് ആർ ഗ്യാസസ്. Then from 5 to 15 carbon atoms they are liquid, and alkanes have 18 or more carbon atoms are solid at 298 Kelvin. അപ്പൊ നമ്മൾ 298 കെൽവിൻ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 4 കാർബൺ ആറ്റംസ് വരെയുള്ള ആൽക്കേനുകൾ, അതായത് 4 കാർബൺ ആറ്റം വരെ ആൽക്കേനുകളെങ്കിൽ അവർ ഗ്യാസസ് ആയിരിക്കും. അതിന് കൂടുതലായിട്ട് 5 മുതൽ 17 കാർബൺ ആറ്റം വരെ ഒരു സ്ട്രക്ചറിലുണ്ട് അങ്ങനെയുള്ള ഒരു ആൽക്കെയിൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആയിട്ട് 17 കാർബൺ ആറ്റം വരെ ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും, ലിക്വിഡ് ആയിരിക്കും. 4 കാർബൺ ആറ്റം വരെ ഉള്ളെങ്കിൽ അവർ ഗ്യാസ് ആയിരിക്കും. 17 കാർബൺ ആറ്റം വരെ വരികയാണെങ്കിൽ അവർ ലിക്വിഡ് ആയിരിക്കും. 18 അതിൽ കൂടുതലോ കാർബൺ ആറ്റംസ് വന്നു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, സോൾട്ട് ആയിരിക്കും. നെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് കൺഫർമേഷൻസ് ഓഫ് ഈഥെയ്ൻ. ഓക്കെ, സോ കൺഫർമേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കൺഫർമേഷണൽ ഐസോമേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഐസോമേഴ്സ് പറഞ്ഞായിരുന്നു, കൺഫോമേഴ്സും അതേപോലെ എന്താണ് റൊട്ടാമേഴ്സും ഉണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് കൺഫർമേഷണൽ ഐസോമേഴ്സിനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം. സോ 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. ഒന്ന് സോഹോൾസ് റെപ്രസെന്റേഷൻ ഉണ്ട്, ഒന്ന് പറയുന്നതാണ് ന്യൂമാൻസ് പ്രൊജക്ഷൻസും ഉണ്ട്. ഐസോമേഴ്സിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. സോഹോൾസ് റെപ്രസെന്റേഷൻ ഉണ്ട്, ന്യൂമാൻസ് പ്രൊജക്ഷൻ. സോ അതിനകത്ത് നമുക്ക് എന്താണ് എക്ലിപ്സ്ഡ് കൺഫർമേഷനും അതേപോലെ തന്നെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ നമുക്ക് രണ്ടും കാണാൻ പറ്റും അല്ലെ. സോഹോൾസും അതേപോലെ തന്നെ ന്യൂമാൻസ് പ്രൊജക്ഷൻ. ഇപ്പൊ എന്താണ് ഇന്ന് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ്, മറ്റെന്ന് പറയുന്നത് എന്താണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. നെക്സ്റ്റ് എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഹാലജനേഷൻ. ഓക്കെ, സോ ഒരു എച്ച് ആറ്റം എന്താണ് അതിനെ ഒരു ഹാലജൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ CH4+Cl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു HU എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എനർജിയാണ്. ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് എന്താണ് അവിടെ ഒരു ക്ലോറിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. CH3Cl നമുക്ക് ആക്കാനായിട്ട് വരും. ഒരു എച്ച് മാറ്റി CH3 ആക്കി. Cl2നകത്ത് നിന്ന് ഒരു Cl എന്ത് ചെയ്യുന്നു അങ്ങോട്ട് കയറി അല്ലെ, CH3Cl2 വന്നു. നെക്സ്റ്റ് എന്താണ് നമുക്ക് വീണ്ടും എന്താണ് ആ ഒരു കാർബൺ ക്ലോറിനോട് അവിടെ കൊടുക്കും. ഇപ്പൊ CH2Cl2 ആവും.
പിന്നെ എന്താണ് വീണ്ടും ഒരു ഹൈഡ്രജനെ മാറ്റി ഒരു ക്ലോറൈഡ് കൊടുക്കാം, CH Cl3 ആവും. പിന്നെ എന്താണ് ആ ബാക്കിയുള്ള ഒരു ഹൈഡ്രജനെ കൂടെ മാറ്റിയിട്ട് Cl കൊടുക്കാം, CCl4 ആവും. അപ്പൊ അതാണ് ഹാലജനേഷൻ എന്ന് പറയുന്നത്. സോ മോണോക്ലോറിനേഷൻ ഓഫ് മീഥേൻ ഇനിഷ്യൽ സ്റ്റെപ്പ് എങ്ങനെയാണ് അത് കൊടുക്കുന്നത്, ഒരു എനർജി കൊടുക്കുന്നു. അപ്പൊ അവിടെ നിന്ന് എന്താണ് രണ്ട് ക്ലോറിൻ അല്ലെ. അപ്പം നെക്സ്റ്റ് എന്താണ് ആ ഒരു ക്ലോറിനും ആ ഒരു ഹൈഡ്രജനെ ബ്രേക്ക് ചെയ്തിട്ട് ക്ലോറിൻ അവിടെ കയറുന്നു. അപ്പൊ ഒരു മീഥൈൽ റാഡിക്കൽ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പുകളാണ് കാണിക്കുന്നത്. സോ നെക്സ്റ്റ് എന്താണ് വീണ്ടും CH3 നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് എന്താണ് ഒരു ക്ലോറിനും കൂടെ അവിടെ കയറും. ഓക്കെ, അപ്പം CH3 ആവും. പിന്നെ ആ ക്ലോറിൻ ഹൈഡ്രജനെ മാറ്റിയിട്ട് എന്താണ് ക്ലോറിൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അതാണ് CH3Cl ആവും. അതാണ് ഹാലജനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് അരോമാറ്റൈസേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് N-ഹെക്സേനെ നമുക്ക് എന്താണ് ക്രോമിയം ഓക്സൈഡും അതേപോലെ തന്നെ B2O5 കൂടെ എന്താണ് നമ്മൾ ടെമ്പറേച്ചറും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറും പ്രഷറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, ബെൻസീൻ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആക്കി മാറ്റാം. ബെൻസീൻ അങ്ങനത്തെ സൈഡിൽ കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ കോമ്പൗണ്ടുകളാക്കി നമുക്ക് മാറ്റാനായിട്ട്. നെക്സ്റ്റ് റിയാക്ഷൻ, നെക്സ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്താണ്, അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടി എന്താണ്, ഓക്സിഡേഷൻ. സോ ആൽക്കേനുകൾ എന്താണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ കമ്പേഷൻ. കമ്പേഷൻ മീൻസ് എന്താണ് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക, അതിനാണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ കമ്പേഷൻ പറയുന്നത്. അപ്പൊ എക്സസ് ഓഫ് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ് ഓക്സിഡേഷൻ സംഭവിക്കും. അങ്ങനെ എന്താണ് കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിട്ട് എന്താണ് പ്രൊഡക്ട്സ് ഉണ്ടാവും. സോ CH4 ഒരു എന്താണ് ഒരു ഹൈഡ്രോ കാർബൺ, അതിന്റെ കൂടെ നമ്മൾ 2O2 അല്ലെ എക്സസ് ഓക്സിജൻ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ഫോം ചെയ്യും, CO2 + 2H2O + 890 കിലോ ജൂൾ പെർ മോൾ ഫോം ചെയ്യും. അപ്പൊ എന്താണ് കാർബൺ ഡയോക്സൈഡ് 890 കിലോ ജൂൾ പെർ മോൾ എന്താണ് റിലീസ് ചെയ്യാൻ ചെയ്യും. ഓക്കെ, സോ കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രജനും വാട്ടർ വേപ്പറും അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസും ആണ് എന്താണ് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവും. അതാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിയാക്ഷൻ ആണ് ക്രാക്കിംഗ് അല്ലെങ്കിൽ പൈറോളിസിസ് എന്ന് പറയുന്നത്. സോ ഹൈ ടെമ്പറേച്ചറിൽ അതേപോലെ തന്നെ എയറിന്റെ ആബ്സെൻസിൽ നമുക്ക് ആൽക്കേനുകളെ എന്താണ് ചെറിയ ഫ്രാഗ്മെന്റുകളാക്കി ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ CH3 എന്താണ് നമുക്ക് ഹൈ ടെമ്പറേച്ചർ 873 കെൽവിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് CH2 ആക്കി മാറ്റാം, +H2 ആക്കാം. അതേപോലെ തന്നെ അത് ഒന്ന്, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്താണ് CH2 + CH4 ആക്കി മാറ്റാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്താണ് അതിനെ എന്താണ് ബ്രേക്ക് ചെയ്യാനായിട്ട് ആൽക്കേനുകളെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ക്രാക്കിംഗ് അല്ലെങ്കിൽ പൈറോളിസിസ് എന്ന് പറയുന്നത്. പൈറോളിസിസ് മീൻസ് എന്താണ് ഹീറ്റ് കൊടുക്കുക എന്നുള്ള ഹീറ്റ് റിയാക്ഷൻസ് ആണ് പൈറോളിസിസ്. അപ്പൊ അതിന് ഹീറ്റ് കൊടുത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഐസോമറൈസേഷൻ. സോ N-ആൽക്കേൻസ് അതെന്താണ് അലൂമിനിയം ഹാലൈഡും ഹൈഡ്രജൻ ക്ലോറൈഡിന്റെയും പ്രസൻസിൽ എന്താണ് അവരെ ബ്രാഞ്ച് ഐസോമേഴ്സ് ആക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റും. N-ആൽക്കേൻസ് എന്ന് പറയുന്നത് ഇരിക്കുമ്പോൾ എന്താണ് ഒന്നിൽ അലൂമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രജൻ ക്ലോറൈഡ്, സോറി അലൂമിനിയം ഹാലൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ്. അലൂമിനിയം ഹാലൈഡ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ക്ലോറിൻ കൊടുക്കാം. സോ അലൂമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ N-ബ്യൂട്ടേനെ വേറൊരു ഐസോമർ ആക്കി ഐസോബ്യൂട്ടേൻ ആക്കി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അത്രയും കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ആൽക്കെയിൻസ് പഠിച്ചത്. നെക്സ്റ്റ് ആൽക്കെയിന്റെ യൂസസ് ആണ്. സോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ ആണ് അല്ലെ. അതായത് ഗ്യാസോലിന്, പല ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്, ഇതിന്റെയൊക്കെ എന്താണ് പ്രിൻസിപ്പൽ കോൺസ്റ്റുവന്റും ആണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിന് എന്താണ് മെയിൻലി മീഥേനും ഈഥേനും ആയിരിക്കും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ എന്താണ് അവർ ഹീറ്റിംഗ്, അതേപോലെ തന്നെ കുക്ക് പർപ്പസുകൾക്ക്, അതേപോലെ തന്നെ പവർ യൂട്ടിലിറ്റീസ്, അതായത് ഗ്യാസ് ടർബൈനുകളൊക്കെ പ്രവർത്തിപ്പിക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ആൽക്കൈനുകൾ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. സോ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ യൂസസിൽ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് തന്നെയാണ് ആൽക്കൈൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഗ്യാസിന്റെ കോൺസ്റ്റന്റ് ആണ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസിന്റെ കോൺസ്റ്റന്റ് ആണ്. നാച്ചുറൽ ഗ്യാസിന് അതിൽ എന്താണ് മെയിൻലി മീഥേനും ഈഥേനും ആണ് ഉണ്ടാകുന്നത് അല്ലെ. രണ്ടും ആൽക്കൈന്റെ ഫസ്റ്റും സെക്കൻഡും കോമൺ ആണ്. മീഥേൻ എന്ന് പറയുമ്പോൾ ഒരു കാർബൺ, എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് കാർബൺ. സോ അതേപോലെ തന്നെ എന്താണ് ഹീറ്റിംഗ് പർപ്പസിന്, കുക്കിംഗ് പർപ്പസിന്, പവർ യൂട്ടിലിറ്റീസിനൊക്കെ എന്താണ് ആൽക്കൈനുകൾ ആവശ്യമാണ്. അപ്പൊ അത്രയുമാണ് ആൽക്കെയിൻസിനെ പറ്റി പഠിക്കാനുള്ളത്. സോ ആൽക്കെയിൻസ് നമ്മൾ പഠിച്ചു, അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് പഠിച്ചു, അതേപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതേപോലെ എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു, അവരുടെ യൂസസ് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ആൽക്കീൻ പഠിച്ചത്. നെക്സ്റ്റ് എന്താണ് ആൽക്കീൻ. അപ്പം സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അതായത് അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു ഡബിൾ ബോണ്ട് എങ്കിലും രണ്ട് കാർബൺ ആറ്റത്തിനിടയ്ക്ക് ഉണ്ടാവുന്നതിനാണ് ആൽക്കീൻ എന്ന് പറയുന്നത്. സോ ആൽക്കീൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട്, ആൽക്കൈൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. So there are unsaturated hydrocarbons. These are unsaturated hydrocarbons containing at least one double bond between two carbon atoms. രണ്ട് കാർബൺ ആറ്റത്തിനിടയ്ക്ക് എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ട് എങ്കിലും ഉണ്ടാവും. സോ ഹൈഡ്രോകാർബൺസ് ഓഫ് ദിസ് ക്ലാസ് ആർ ഓൾസോ കോൾഡ് ഒളിഫീൻസ് എന്ന് പറയും. ഓക്കെ, ഒളിഫീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഫോമിംഗ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള ആൽക്കീനുകൾക്കകത്തിൽ എന്താണ് ആ ഒരു ക്ലാസ്സിനകത്തിലെ ഹൈഡ്രോകാർബണിലെ നമുക്ക് പറയാം ഒളിഫീൻസ് എന്നും പറയാൻ പറ്റും. സോ ഇവരെന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു ഡബിൾ ബോണ്ട് എങ്കിലും രണ്ട് കാർബൺ ആറ്റത്തിനിടയ്ക്ക് ഉണ്ടാവും. അതാണ് ആൽക്കീൻ.
ഇനി അവരെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പേരുള്ള റിയാക്ഷൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ആണെങ്കിലും പറഞ്ഞതിനകത്ത് വുഡ്സ് റിയാക്ഷൻ, അതൊക്കെ എന്താണ് പേരുള്ള റിയാക്ഷൻ ആണല്ലേ. മറ്റേത് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, അതുപോലെ സോഡ ലൈം ഡീകാർബോസിലേഷൻ, അങ്ങനെയല്ല. ഈ വുഡ്സ് റിയാക്ഷൻ, ബബിൾസ് ഇലക്ട്രോളിക്, അങ്ങനെ പേരുള്ള റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. 4 മെത്തേഡും പഠിച്ചിരിക്കണം, എന്നാലും പേരുള്ള റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇനി ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഒന്ന് ആൽക്കൈനുകളിൽ നിന്ന് അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞത് അൺസാച്ചുറേറ്റഡ് ആയിട്ട് ഡബിൾ ബോണ്ടിൽ നിന്ന് ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് നമുക്ക് സിംഗിൾ ബോണ്ട് ഉണ്ടാക്കും. ഇവിടെ എന്താണ്, ആ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കും, ഡബിൾ ബോണ്ട് ഉണ്ടാക്കും. സോ ആൽക്കൈനിന്റെ കൂടെ നമ്മൾ വാട്ടർ ചേർക്കാണ്, H2O ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൽക്കീൻ കിട്ടും. അതാണ് ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. പിന്നെ അതുപോലെ എന്താണ്, ഒരു ആൽക്കൈൽ ഹാലൈഡിനകത്ത് നിന്ന് ഡീഹൈഡ്രോ ഹാലജനേഷൻ ചെയ്യാൻ പറ്റും. ഡീഹൈഡ്രോ ഹാലജനേഷൻ ചെയ്യാൻ പറ്റും. സോ ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു ആൽക്കഹോളിക് KOH കൂടെ ചേർത്ത് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു ആൽക്കീൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട്. സോ അവിടെ എന്താണ്, ഹാലജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ന് പറയുന്നത് എന്താണ്, ആൽഫ കാർബൺസ് ആണ്. സോ ആൽഫ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ നമ്മൾ എന്ത് പറയും, ബീറ്റ കാർബൺ എന്ന് പറയുന്നത്. കാർബൺസ് ബീറ്റ. സോ ഹാലജൻ എന്താണ്, ഹാലജനെ നമ്മൾ റിമൂവ് ചെയ്യും, എന്നിട്ട് എച്ച് ആറ്റത്തിനെയും റിമൂവ് ചെയ്യും. ബീറ്റ കാർബണിലുള്ള ഒരു എച്ച് ആറ്റത്തിനെയും റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്താണ്, ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. സോ ഹാലജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ കാർബൺ എന്ന് പറയുന്നത് എന്താണ്, ആൽഫ കാർബൺ ആണ്. ആ ആൽഫ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് ബീറ്റ കാർബൺ. അപ്പൊ നമ്മൾ ഹാലജനെയും റിമൂവ് ചെയ്യും, എന്നിട്ട് എന്താണ്, ഈ ബീറ്റ കാർബണേന്ന് എന്ത് ചെയ്യും, ഒരു ഹൈഡ്രജൻ ആറ്റം തന്നെ റിമൂവ് ചെയ്യും, എന്നിട്ട് അത് എന്ത് ചെയ്യും, അത് രണ്ടും കൂടെ ചേർത്ത് ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. സോ അങ്ങനെയാണ് ആൽക്കൈനിൽ നിന്ന് എന്താണ്, ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് മാറ്റി ഡബിൾ ബോണ്ടിലേക്ക് നമ്മൾ ഫോം ചെയ്യിപ്പിക്കുന്നത്. മൂന്നാമത്തെ മെത്തേഡ് എന്താണ്, ആൽക്കഹോളുകളെ ഡീഹൈഡ്രേറ്റ് ചെയ്യിപ്പിക്കാം. സോ ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്, അതായത് വാട്ടർ മോളിക്യൂളിന്റെ അയോണിലെ അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് എന്താണ്, ആൽക്കഹോളിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ആൽക്കീനുകൾ ഉണ്ടാകും. അപ്പൊ അതൊരു മെത്തേഡ്. സോ ആൽക്കഹോളിക് ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്താണ്, ആൽഫ കാർബൺ ആണ്. ആ ആൽഫ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്താണ്, ബീറ്റ കാർബൺ. സോ അതാണ് ഇവിടെ ആൽഫ കാർബൺ ബീറ്റ കാർബൺ നമ്മൾ മനസ്സിലാക്കണം. സോ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് ആൽഫ കാർബൺ, അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് ബീറ്റ കാർബൺ. സോ അത് നമ്മൾ കോൺസെൻട്രേറ്റ് H2SO4 അല്ലെ, അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ആൽക്കീൻ കിട്ടും, ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേറൊന്നാണ് വിസിനൽ ഡൈഹാലൈഡ്. വിസിനൽ ഡൈഹാലൈഡുകളിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം, ഒരു ആൽക്കീനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. വിസിനൽ ഡൈഹാലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ഹാലജൻ ആറ്റം ആർ അറ്റാച്ച്ഡ് വിത്ത് അഡ്ജസന്റ് കാർബൺസ്. ഇപ്പം അടുത്തടുത്തുള്ള കാർബൺ ആറ്റംസിലേക്ക് എന്താണ്, ഹാലജൻ ആറ്റത്തിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അടുത്തടുത്ത് 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ രണ്ടിലോട്ട് എന്താ, നമ്മൾ ഒരു ക്ലോറിനെ അറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു ഫ്ലൂറിനെ അറ്റാച്ച് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത്, വിസിനൽ ഡൈഹാലൈഡ്. വിസിനൽ മീൻസ് അടുത്തടുത്തുള്ള 2 കാർബണയിലും എന്തുണ്ട്, ഓരോ ഹാലജൻ, ഡൈഹാലൈഡ്. സോ ഓരോ ഹാലജൻ ഉണ്ടാവും, അതിനാണ് നമ്മൾ വിസിനൽ ഡൈഹാലൈഡ്. സോ അതിൽ നിന്ന് നമുക്ക് എന്താണ്, അത് പ്ലസ് നമ്മളിപ്പോ ഒരു സിങ്ക് കൊടുക്കും, അപ്പൊ എന്താണ്, നമുക്ക് ആൽക്കീൻ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് ഫോം ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇക്വേഷൻസും ആ ഒരു സ്ട്രക്ചർ ഫോമിങ് എങ്ങനെയാണെന്നുള്ളത് എന്താണ്, ആ കൃത്യമായിട്ട് പഠിക്കാം. മറ്റതിലെ പോലെ എന്താണ്, പ്രിപ്പറേഷൻ ഇതിലും വളരെ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ആൽക്കീനുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. സോ ഓരോ ആൽക്കീന്റെയും ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നതാണ് ആൽക്കീനുമായിട്ട് വളരെ സിമിലർ ആണ്. ഓക്കെ, ഒരേ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ഒരു ആൽക്കീന്റെ തന്നെ ബോയിലിംഗ് പോയിന്റിന് സിമിലർ ആയിരിക്കും ഒരു ആൽക്കീന്റെ ബോയിലിംഗ് പോയിന്റ്. അതായത് ഇപ്പൊ നമ്മൾ ഈഥെയിൻ എടുക്കുകയാണെങ്കിൽ 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഈഥെയിൻ എടുക്കുമ്പോഴും എന്താണ്, 2 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ. ഈഥെയിൻ ആകുമ്പോൾ ഒരു സിംഗിൾ ബോണ്ടേ ഉള്ളൂ, ഈഥെയിൻ ആകുമ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം കാർബൺ ആറ്റംസിന്റെ നമ്പർ സെയിം ആണെങ്കിൽ ഓൾമോസ്റ്റ് അവരുടെ എന്താണ്, ബോയിലിംഗ് പോയിന്റും സെയിം ആയിരിക്കും. ഈഥീൻ, പ്രൊപ്പെയിൻ ആൻഡ് വേരിയസ് ബ്യൂട്ടൈൻസ് ആർ ഗ്യാസസ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പം ഈഥീന്, പ്രൊപ്പെയിന്, ബ്യൂട്ടൈന് അവരൊക്കെ എന്താണ്, റൂം ടെമ്പറേച്ചറിൽ ഗ്യാസസ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ആൽക്കീനും എന്തായിരിക്കും, നമ്മൾ കാണുന്ന എല്ലാ ആൽക്കീൻസും എന്തായിരിക്കും, ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. സോ ചെറുതായിട്ടുള്ള കാർബൺ ആറ്റം, ചെറിയ നമ്പർ ഓഫ് കാർബൺ ആറ്റം 2. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈഥീൻ, പ്രൊപ്പീൻ, അതേപോലെ തന്നെ കുറച്ച് ബ്യൂട്ടീൻസ്, അവരൊക്കെ എന്തായിരിക്കും, ടെമ്പറേച്ചറിൽ ഗ്യാസസ് ആണ്. ബാക്കി എല്ലാം എന്താണ്, ലിക്വിഡ്സ് ആയിരിക്കും. അപ്പം ആൽക്കീനുകളുടെ ബോയിലിംഗ് പോയിന്റ് എന്താണ്, അവരുടെ മോളാർ മാസിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കീൻസ് ഡിപ്പെൻഡ്സ് ഓൺ മോളാർ മാസ്. ഓക്കെ, അത് ചെയിൻ ലെങ്ത്, എത്ര ചെയിൻ ലെങ്ത് ഉണ്ട്, അപ്പൊ എത്ര മോളിക്യൂൾസ് അതിനകത്ത് വരുന്നുണ്ട്, അപ്പൊ മോളാർ മാസ് എങ്ങനെയാണ്, മോളിക്കുലർ മാസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയായിരിക്കും ബോയിലിംഗ് പോയിന്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. സോ ഹാലജൻസിന്റെ അഡീഷൻ. ഓക്കെ, അപ്പൊ എന്താണ്, ആൽക്കീന് പ്ലസ് ഒരു ഹാലജൻ, H2 എന്ന് കൊടുത്തിരിക്കുന്ന ഹാലജൻ ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു വിസിനൽ ഡൈഹാലൈഡ്. അതാണ് ഹാലജൻസിന്റെ അഡീഷൻ. അപ്പൊ അതിന്റെ ഒരു റിയാക്ഷൻ, ഒരു ആൽക്കീൻ കാണിച്ചിട്ടുണ്ട്, ഒരു H2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോമിൻ 2 അല്ലെങ്കിൽ അയഡിൻ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നു, CCl4 വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് വിസിനൽ ഡൈഹാലൈഡ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2 കാർബണിൽ അടുത്തടുത്ത കാർബണിൽ എന്നിട്ട് 2 ഹാലജൻ, എക്സ് എന്ന് പറയുന്നത് ഹാലജൻ. അപ്പൊ ഇവിടെ ബ്രോമിൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അടുത്തടുത്ത കാർബണിൽ നമുക്ക് എന്ത് കിട്ടും, ഓരോ ബ്രോമിൻ വെച്ചിട്ട് നമുക്ക് കിട്ടും.
സോ നെക്സ്റ്റ് എന്താണ് അഡീഷൻ ഓഫ് HX, ഒരു ഹൈഡ്രജൻ ഹാലജൻ കോമ്പൗണ്ടിനെ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽക്കൈൽ ഹാലൈഡ്. പിന്നെ അതിന്റെ തന്നെ ഒരു അഡീഷൻ ഓഫ് HXന്റെ തന്നെ 4 ടൈപ്പ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ഫസ്റ്റ് എന്താണ് മർക്കോണിക്കോസ് റൂൾ ആണ്. മർക്കോണിക്കോസ് റൂൾ എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്താണ് പേരുകൾ വരുന്നതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, സോ അഡീഷൻ ഓഫ് HXന്റെ തന്നെ ഒരു ഫസ്റ്റ് ടൈപ്പിനെയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഇപ്പൊ മാർക്കോണിക്കോസ് റൂൾ പറയുന്നത്. സോ ഒരു ഹൈഡ്രജൻ ഹാലൈഡിന്റെ ഇലക്ട്രോഫിലിക് അഡീഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഹൈഡ്രജൻ ഹാലൈഡിന്റെ ഇലക്ട്രോഫിലിക് അഡീഷൻ കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഇലക്ട്രോൺ ഡിവിഷന്റെ ഇലക്ട്രോഫൈൽ ഉണ്ടാവില്ല. ഇലക്ട്രോഫൈൽ മീൻസ് എന്താണ്? അവർക്ക് ഇലക്ട്രോൺ കുറവായിരിക്കും, അതുകൊണ്ടാണ് അത് ഇലക്ട്രോഫൈൽ ആവുന്നത്. C+ ആയിരിക്കും. അവരെപ്പോഴും എന്താണ് ഒരു ഡബിൾ ബോണ്ടിനെയോ ഒരു ട്രിപ്പിൾ ബോണ്ടിനെയോ, ഒരു കാർബൺ ആറ്റത്തിന്റെ ഒരു ഡബിൾ ബോണ്ടിനെയോ ട്രിപ്പിൾ ബോണ്ടിനെയോ ആയിരിക്കും എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത്. സോ ദിസ് ഓൾറെഡി ഹാസ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ അതിനകത്ത് എന്തുണ്ടാവും? ഹൈഡ്രജൻ ആറ്റം വളരെ കൂടുതലായിരിക്കും. അതാണ് മർക്കോണിക്കോസ് റൂൾ എന്ന് പറയുന്നത്. സോ HX എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അതെന്താണ്? ഒരു ഹൈഡ്രജൻ ഹാലൈഡിനെ നമ്മൾ എന്താണ് ഇലക്ട്രോഫിലിക് അഡീഷൻ ചെയ്യാം. ഹൈഡ്രജൻ ഹാലൈഡ് ആണ് XX എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ആ ഇലക്ട്രോഫൈല്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഇലക്ട്രോഫൈൽ എപ്പോഴും എന്തായിരിക്കും? ഒരു ഡബിൾ ബോണ്ടിനെ ഒരു ട്രിപ്പിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യും. അതിനകത്ത് എന്താണ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്താണ് ഹാലജനായിട്ട് എടുത്തിരിക്കുന്ന ബ്രോമിനാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ആ ഒരു റിയാക്ഷൻ പഠിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് അതേപോലെ തന്നെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് പെറോക്സൈഡ് അല്ലെങ്കിൽ ഖരാഷ് എഫക്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് നെയിമിംഗ് വരുന്ന പേരുകളെല്ലാം എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. സോ ഖരാഷ് എഫക്ട് എന്ന് പറയുന്നതാണ് ആന്റി എംറോൾ എന്ന് പറയും. ഓക്കെ, സോ ഇപ്പം എംറോൾ ആണ് മർക്കോണിക്കോസ് റൂൾ. MR എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കും. സോ ആന്റി എംറോൾ ആണ് മർക്കോണിക്കോസ് റൂളിന്റെ എന്താണ് ഓപ്പോസിറ്റ് പോലാണ് വരുന്നത്. സോ ദിസ് എഫക്ട് ടേക്സ് പ്ലേസ് ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്സ് when the hydrogen free radical attacks on the doubly bonded carbon which has lesser number of hydrogen. മർക്കോണിക്കോസ് റൂൾ പറഞ്ഞ എന്താണ്? എപ്പോഴും ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആയിട്ട് ഉള്ളതിലോട്ടായിരിക്കും അറ്റാക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പെറോക്സൈഡ് അല്ലെങ്കിൽ ഖരാഷ് എഫക്ട് എന്താ പറയുന്നത്? ആ എഫക്ട് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ മാത്രമേ ടേക്ക് പ്ലേസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ മാത്രമേ നടക്കുള്ളൂ? പെറോക്സൈഡുകളുടെ പ്രസൻസിനും അതേപോലെ എന്താണ് ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ ആയിരിക്കും എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ എന്ന് വെച്ചാൽ H മാത്രമായിട്ട് ഫ്രീ റാഡിക്കൽ ആയിട്ട് നിൽക്കുന്നത്. H2 അല്ല, H മാത്രമായിട്ട് നിൽക്കുന്നു, സിംഗിൾ H ആയിട്ട് നിൽക്കുന്നത് ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ. അപ്പൊ അതെന്ത് ചെയ്യും? ഒരു ഡബ്ലി ബോണ്ടഡ് കാർബൺ ആയിട്ട് അതിനെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. അപ്പൊ ആ ഒരു കാർബൺ ആയിട്ട് എന്താണ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആയിട്ട് ഉള്ള ഡബിൾ ബോണ്ടിനെ മാത്രം എന്ത് ചെയ്യുള്ളൂ? അറ്റാക്ക് ചെയ്യുള്ളൂ. അതാണ് മർക്കോണിക്കോസ് റൂൾ എപ്പോഴും പറയുന്നത് ഗ്രേറ്റർ നമ്പർ ഓഫ് കൂടുതൽ ഹൈഡ്രജൻ ആയിട്ട് ഉള്ളതിന്റെ കാര്യം പറഞ്ഞത്. ഖരാഷ് എഫക്ട് വന്നപ്പോൾ എന്താ പറഞ്ഞത്? ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറഞ്ഞത് ആന്റി എംറോൾ അല്ലെങ്കിൽ ആന്റി മർക്കോണിക്കോസ് റൂൾ. സോ ഓസോണോളിസിസും രണ്ട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സോ ഈ ഒരു ഓസോണോളിസിസ് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ റിയാക്ഷൻ. ഓക്കെ, ഇപ്പം ബി പെറോക്സൈഡ് അല്ലെങ്കിൽ ഖരാഷ് എഫക്ട് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇതാണ് അതിന്റെ എക്സാമ്പിൾ, പെറോക്സൈഡ് അല്ലെങ്കിൽ ഖരാഷ് എഫക്ടിന്റെ എക്സാമ്പിൾ ഉണ്ട്. സോ ഇതെന്താണ്? ഇതാണ് മൂന്നാമത്തത് എന്തെന്ന് പറയുന്നത്? ഓസോണോളിസിസ്. ഓക്കെ, ഓസോണോളിസിസ്. ഓസോണോളിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓസോണോളിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദോസ് ഓസോൺ നമുക്കറിയാലോ, O3 3 ഓക്സിജൻ ആറ്റം ഒരുമിച്ച് നിൽക്കുന്നതിനാണ് ഓസോൺ എന്ന് പറയുന്നത്, O3 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റിയാക്ഷൻ എന്താണ്? എല്ലാ കാർബൺ ഓൾ ദോസ് കാർബൺസ് വിച്ച് ഫോം ഡബിൾ ബോണ്ട്സ് ഗെറ്റ് ഫൈനലി കൺവേർട്ടഡ് ടു കാർബൺ. അപ്പം ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന കാർബണിനെ എല്ലാം എന്താണ് കാർബോണിൽ കാർബൺ ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യുന്നു. സോ ആൽക്കീൻസ് സിമെട്രിക്കൽ ആണെങ്കിൽ എന്താണ് കാർബോണിൽ കോമ്പൗണ്ട്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ആൽക്കീൻസ് സിമെട്രിക്കൽ ആണെങ്കിൽ ഉണ്ടാവുന്ന കാർബോണിൽ കോമ്പൗണ്ടുകളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. If more than 2 double bonds are present, then we get at least one compound which has 2 carbonyl groups at the end. ഇപ്പൊ നമുക്ക് രണ്ടിൽ കൂടുതൽ ഡബിൾ ബോണ്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു കോമ്പൗണ്ടിനകത്ത് രണ്ടിൽ കൂടുതൽ ഡബിൾ ബോണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അറ്റ്ലീസ്റ്റ് എന്താണ് 2 കാർബോണിൽ ഗ്രൂപ്പുകളെങ്കിലും എന്നിൽ കിട്ടുന്ന പോലത്തെ ഒരു കോമ്പൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനത്തെ ബൈഫങ്ഷണൽ കോമ്പൗണ്ടുകൾ എന്താണ് ആ ഒരു ആൽക്കീന്റെ ഡബിൾ ബോണ്ടിന് ഇടയ്ക്കുള്ള ആൽക്കീന്റെ ഭാഗത്തു നിന്നായിരിക്കും അങ്ങനത്തെ ബൈഫങ്ഷണൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യും. അപ്പൊ അതാണ് ഓസോണോളിസിസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ അതിന്റെ എന്താണ് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. O3 വെച്ചിട്ടുള്ള റിയാക്ഷൻ അവർ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് അഡീഷൻ ഓഫ് എക്സിന്റെ വേറൊരു റിയാക്ഷൻ ആണ് പൊട്ടാസ്യം പാരാമാഗ്നേറ്റ് വെച്ചിട്ട്. ഓക്കെ, നമ്മൾ കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 വെച്ചിട്ട് എന്താണ് ബേസ് റിയേജന്റ്. സോ കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 ബേസ് റിയേജന്റ് എന്ന് പറയുന്നത് പേരല്ല, റിയാക്ഷന്റെ പേരല്ല, അത് റിയേജന്റിന്റെ പേരാണ്. ഓക്കെ, സോ കോൾഡ് ഡൈല്യൂട്ട് എന്താണ് ആൽക്കലൈൻ KMnO4, കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ് റിയേജന്റ്. കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 ബേസ് റിയേജന്റ് പറയും.
സോ ഒരു ആൽക്കീന്റെ കൂടെ നമ്മൾ KMnO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയോൾ. ഓക്കെ, സോ ബേസ് ടെസ്റ്റിന്റെ പ്രസൻസ്, ലൈക് ബേസ് ടെസ്റ്റ് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസൻസ് ചെക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ കോമ്പൗണ്ടും ഈ ബേസ് റിയേജന്റും കൂടെ ചേരുമ്പോൾ എന്താണ്, എപ്പോഴും ഒരു പർപ്പിൾ കളർ ഡീകളറൈസ്ഡ് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പം അതെന്താണ്, പർപ്പിൾ കളർ ഡീകളറൈസ്ഡ് ആയിട്ട് മാറും. അപ്പൊ ആ കോമ്പൗണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ആൽക്കീൻ ആണെങ്കിൽ ഒരു ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിന്റെ യൂസസ്, നമുക്ക് അങ്ങനെ തന്നിട്ടില്ല. പക്ഷേ കെമിക്കൽ റിയാക്ഷൻ, ഫിസിക്കൽ റിയാക്ഷൻ, അതേപോലെ പ്രിപ്പറേഷൻ, അത്രയും കാര്യങ്ങൾ നമുക്ക് ആൽക്കീൻസിനകത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ആണ് ആൽക്കൈൻസ്. അപ്പൊ ഇവരും എന്താണ്, അൺസാച്ചുറേറ്റഡ് ആണ്. അതിനകത്ത് എന്താണ്, അറ്റ്ലീസ്റ്റ് ട്രിപ്പിൾ ബോണ്ടെങ്കിൽ രണ്ട് കാർബൺ ആറ്റത്തിനിടയ്ക്ക് എന്താണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നതിനാണ് നമ്മൾ പറയുന്നത് ആൽക്കൈൻ എന്ന് പറയുന്നത്. സോ ട്രിപ്പിൾ ബോണ്ട് ആവുമ്പോൾ വൈ ആവും, ആൽക്കൈൻ ആവും. CH എഥിലീൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, CH3 CCH, ഇപ്പോഴും ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ബ്യൂട്ടി 2 വൈൻ. അപ്പൊ അങ്ങനെ ഇതെല്ലാം എന്താണ്, ആൽക്കൈന്റെ എക്സാമ്പിൾസ് ആണ്. സോ ഈഥൈന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഇതിന് അല്ലെങ്കിൽ അസറ്റിലീൻ നമ്മൾ പറയും. അപ്പൊ അതിന് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും ഇല്ല, രണ്ട് റിയാക്ഷൻ ആണ്. CaC2+2H2O, CaOH5 പ്ലസ് ഒരു CH ട്രിപ്പിൾ ബോണ്ട് ഉള്ള അസറ്റിലൈൻ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ മിസിനൽ ഡൈഹാലൈറ്റ്സിനകത്ത് എന്താണ് നമ്മൾ ആൽക്കഹോളിക് KOH NaNH3 ചേർന്നെങ്കിൽ നമുക്ക് എന്താണ് ഒരു ആൽക്കൈൻ കിട്ടും. ഓക്കെ, സോ അത്രയും ആ രണ്ട് റിയാക്ഷൻസ് ആണ് ഈഥൈന്റെ അല്ലെങ്കിൽ അസറ്റിലീന്റെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആൽക്കൈനകത്ത് തന്നെ ഈഥൈന്റെ പ്രിപ്പറേഷൻ ആണ്, ഈഥൈനെ തന്നെ നമ്മൾ പറയുന്നവരാണ് അസറ്റിലീൻ പറയുന്നത്, അതിന്റെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് പഠിക്കാനായിട്ട്. സോ ആൽക്കൈന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ആൽക്കൈൻ എന്ന് പറയുന്നത് നോൺ പോളർ ആണ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, നോൺ പോളർ ആണ്, പോളറൈസ്ഡ് അല്ല, അൺസാച്ചുറേറ്റഡ് ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണ്, അങ്ങനത്തെ ഹൈഡ്രോകാർബൺസ് ആണ്. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആൽക്കൈനും ആൽക്കീനുമായിട്ട് എന്താണ് സിമിലർ ആയിരിക്കും. സോ ആൽക്കൈൻസ് അതേപോലെ എന്താണ് ഓർഗാനിക് സോൾവെന്റുകളിൽ ഡിസോൾവ് ആയിരിക്കും. അവർക്ക് എന്താണ് പോളാർ സോൾവെന്റിൽ ചെറുതായിട്ട് സോലിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ വാട്ടറിൽ എന്താണ് സോലിബിൾ ആണ്. അപ്പൊ ഓർഗാനിക് സോൾവെന്റുകളിൽ എന്താണ് ആൽക്കൈൻസ് നല്ലപോലെ ഡിസോൾവ് ആവും. പോളാർ സോൾവെന്റുകളിൽ എന്താണ് സ്ലൈറ്റ് സോലിബിലിറ്റി ഉള്ളൂ, പകുതി ഒരു ഹാഫ് സോലിബിലിറ്റി ഉള്ളൂ. വെള്ളത്തിനകത്ത് അവരെന്താണ് സോലിബിളേ അല്ല, ആൽക്കൈനുകൾ വെള്ളത്തിൽ സോലിബിൾ ആക്കാൻ നമുക്ക് പറ്റത്തില്ല. കമ്പയർഡ് ടു ആൽക്കൈൻ ആൻഡ് ആൽക്കീൻ, ആൽക്കൈൻസിനായിരിക്കും എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഹയർ ബോയിലിംഗ് പോയിന്റ്. ഓൾമോസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആണ്, എന്നാലും ആൽക്കൈന് ആൽക്കീനേക്കാളും എന്താണ് കുറച്ചും കൂടി ഒരു കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. ഭയങ്കര ഡിഫറൻസ് അല്ല, ചെറിയ കൂടുതലായിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് അവർക്ക് ഉണ്ട്. ആൽക്കൈൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ആണ്. ഹൈഡ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീഹൈഡ്രേഷന്റെ ഓപ്പോസിറ്റ്, മറ്റേ ഡീഹൈഡ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മോളിക്കൂൾ H2 റിമൂവ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താണ് അഡീഷൻ ഓഫ് വാട്ടർ ആണ് ചെയ്യുന്നത്, H2O മോളിക്കൂളിനെ ആഡ് ചെയ്ത് കൊടുക്കും. സോ ഒരു ആൽക്കൈൻ പ്ലസ് ഒരു H2 ആഡ് ചെയ്യുന്നതാണ് ഒരു കാർബോണിൽ കോമ്പൗണ്ട് ആയിരിക്കും കിട്ടും. അതേപോലെ തന്നെ വേറൊരു റിയാക്ഷൻ ആണ് അഡീഷൻ ഓഫ് ഹാലജൻ മോളിക്യൂൾ. ഇപ്പൊ നമ്മൾ വാട്ടറിനെ ആഡ് ചെയ്തപോലെ തന്നെ ഹാലജൻ മോളിക്യൂൾ ഏതെങ്കിലും ഒരു എന്താണ് 17th ഗ്രൂപ്പ് എലമെന്റിനെ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അതും എന്താണ് അപ്പം ആൽക്കൈൻ പ്ലസ് ഒരു 2H2 എക്സ് എന്ന് പറയുന്നത് എന്താണ് ക്ലോറിനാവാം, ബ്രോമിനാവാം, ഫ്ലൂറിനാവാം, എന്തെങ്കിലും ഒരു ഹാലജൻ നമുക്ക് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ടെട്രാ ഹാലൈഡുകളായിരിക്കും കിട്ടും. പിന്നെ നമ്മൾ മുന്നേ ആൽക്കീൻസ് കണ്ട പോലെ എന്താണ് ഇവിടെ ഓസനോളിസിസ് നടക്കും. ഒരു ആൽക്കൈനും ഓക്സിജനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, ഒരു ഡൈകാർബണൈൽ കോമ്പൗണ്ട് ആയിരിക്കും കിട്ടും. അപ്പൊ അതിന്റെയും റിയാക്ഷൻ, ആ സ്ട്രക്ചറൽ റിയാക്ഷൻ നമുക്ക് പഠിച്ചു വെക്കണം. പിന്നെ ഒരു CH3CH അത് നമുക്ക് എന്ത് തരും, ബെൻസീനെ തരും. ഒരു നമ്മൾ അയൺ, റെഡ് ഹോട്ട് അയൺ, അതും അതേപോലെ തന്നെ ഒരു 873 കെൽവിൻ അത്രയും ചൂട് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ CH3CH എന്ന് പറയുന്ന എന്ത് നമുക്ക് തരും, ഒരു ബെൻസീനെ നമുക്ക് തരും, ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് നമുക്ക് തരും. സോ നെക്സ്റ്റ് എന്താണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. അപ്പം ഇത്രയും നമുക്ക് എന്താണ് നമ്മൾ ആൽക്കീൻ ആൽക്കൈൻസ് അത്രയും പഠിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അരോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സൈക്ലിക് കോമ്പൗണ്ട്. അപ്പൊ അവരുടെ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ആ 3 റിയാക്ഷൻസ് പഠിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരെണ്ണം Fe റെഡ് ഹോട്ട് ട്യൂബ് 873 കെൽവിനിൽ നമുക്ക് എന്താണ് ബെൻസീൻ തരും എന്ന് പറഞ്ഞല്ലേ. അപ്പം ബെൻസീൻ എങ്ങനെയൊക്കെ ഫോം ചെയ്യിപ്പിക്കാം, അരോമാറ്റിക് കോമ്പൗണ്ട് സൈക്ലിക് കോമ്പൗണ്ട്സ് എങ്ങനെയൊക്കെ ഫോം ചെയ്യിപ്പിക്കാം എന്നുള്ള പ്രിപ്പറേഷന്റെ 3 റിയാക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, അത് നമ്മൾ എന്താണ് കൂടുതൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് ഒരു മെത്തേഡ് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ട് അതേപോലെ തന്നെ ബൈ ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇത് പ്രിപ്പറേഷൻ ആണ്. പിന്നെന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒന്ന് നൈട്രേഷൻ. ഓക്കെ, സോ നൈട്രേഷൻ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് NO2 നൈട്രോ ബെൻസീൻ ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ് ഹാലജനേഷൻ ഉണ്ട്. സോ ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും എന്താണ് ഒരു ഹാലജൻ ആഡ് ചെയ്യുക, ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ എന്തെങ്കിലും ഒരു ഹാലജൻ ആഡ് ചെയ്യുക. അതേപോലെ എന്താണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കിലേഷൻ, പേരുള്ള റിയാക്ഷൻ ഓൾറെഡി ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഉണ്ട്, ഫ്രിഡൽ ക്രാഫ്റ്റ് ആസൈലേഷനും ഉണ്ട്. അപ്പൊ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. സോ ആൽക്കൈൽ ബെൻസീനും സോ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് രണ്ടെണ്ണം ഫോം ചെയ്യുന്നുണ്ട്, അതാണ് ആൽക്കൈലേഷനും അസൈലേഷനും. ഓക്കെ, ആ രണ്ട് റിയാക്ഷൻ എന്താണ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ റിയാക്ഷൻ അതേപോലെ തന്നെ പഠിക്കുക, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ
ക്രാഫ്റ്റാസേഷൻ. നെക്സ്റ്റ് ആണ് ഹക്കിൾസ് റൂൾ എന്ന് പറയുന്നത്. ഹക്കിൾസ് റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട് പ്ലെനാർ ആയിരിക്കണം. അതേപോലെ എന്താണ് ആ ഒരു അരോമാറ്റിക് കോമ്പൗണ്ടിന്റെ കാര്യമാണ് പറയുന്നത്. സോ ഒരു കോമ്പൗണ്ട് പ്ലെനാർ ആയിരിക്കണം. അതേപോലെ എന്താണ് പൈ ഇലക്ട്രോൺ എന്താണ് കംപ്ലീറ്റ്ലി ഡീലോക്കലൈസ്ഡ് ആയിരിക്കണം. ഒരു 4n+2 പൈ ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉണ്ടാവും. അതാണ് ഹക്കിൾസ് റൂൾ പറയുന്നത്. സോ നമുക്ക് കെക്യൂൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. ആ കിട്ടുന്ന രണ്ട് ഇക്വലന്റ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ബെൻസിന്റെ തന്നെ എന്താണ് രണ്ട് ഇക്വലന്റ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പൊ അതൊരു റെസൊണൻസ് ഹൈബ്രിഡ് തരും. രണ്ടിന്റെയും കൂടി ഒരു ഇക്വലന്റ് തരും. അതിനാണ് നമ്മൾ കെക്യൂൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ റൂൾ എന്തൊക്കെയാണ്? രണ്ട് കോമ്പൗണ്ട് പ്ലെനാർ കോമ്പൗണ്ട് ആയിരിക്കണം. പിന്നെ എന്താണ് പൈ ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഡീലോക്കലൈസ്ഡ് ആയിരിക്കണം. 4n+2 പൈ ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാവും. അതിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും. അതാണ് ഹക്കിൾസ് റൂൾ പറയുന്നത്. ഇനി അരോമാറ്റിക് കോമ്പൗണ്ട്സിനെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു പറഞ്ഞത് എന്താണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്താണ് കോള് അതെന്താണ് നമുക്ക് ഡീകൺസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴി എന്താണ് സോളിഡ് ഡിസ്റ്റിറ്റ്യൂ ആവും. പിന്നെ എന്താണ് അതിനകത്ത് കൂടെ നമ്മൾ ഹോട്ട് വേപ്പറും അതേപോലെ തന്നെ ഗ്യാസസ് കൂൾ ചെയ്തിട്ട് വെള്ളം പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്ന് കണ്ടൻസ്ഡ് ലിക്വിഡ് അല്ലെ അതിനെ നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് രണ്ട് ലെയർ ഫോം ചെയ്യും. അതുപോലെ ഒരു കോൾ ഗ്യാസ് അൺകണ്ടൻസ്ഡ് ഗ്യാസ് തരും, ഒരു കണ്ടൻസ്ഡ് ലിക്വിഡും തരും. പിന്നെ അതിനകത്ത് നിന്ന് എന്താണ് കണ്ടൻസ്ഡ് ലിക്വിഡിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു അമോണിയാക്കൽ ലിക്വറും കിട്ടും, ഒരു കോൾ ടാറും കിട്ടും. കോൾ ടാർ എന്ന് പറയുന്നത് ലോ അടിയിലത്തെ ലെയർ ആണ്. രണ്ട് ലെയർ ഫോം ചെയ്യുന്ന പറഞ്ഞല്ലോ. അടിയിലത്തെ ലെയർ കോൾ ടാറും അതേപോലെ തന്നെ മുകളിലത്തെ ലെയർ അപ്പർ ലെയർ ആണ് അമോണിയാക്കൽ ലിക്വറും. ഇനി കോൾ ടാറിനകത്ത് നിന്ന് എന്തൊക്കെയാണ്? ഇത് ക്രൂഡ് ലൈറ്റ് ഓയിൽ കിട്ടും, ബെൻസിൻ ടോളറീൻ സൈലീൻസ് അതൊക്കെ. പിന്നെ ഒരു മിഡിൽ ഓയിൽ, ഒരു ഫിനോൾ കിട്ടും, ഒരു ഹെവി ഓയിൽ. അപ്പൊ ആദ്യം ലൈറ്റ് ഓയിൽ കിട്ടും, പിന്നെ ഒരു മിഡിൽ ഓയിൽ കിട്ടും, പിന്നെ ഒരു ഹെവി ഓയിൽ. ആൽക്കൈൽ ഫീനോള്, നാഫ്തലാസ്, നാഫ്തലീൻ അതൊക്കെ ഹെവി ഓയിൽസ് ആണ്. പിന്നെ ഒരു ഗ്രീൻ ഓയിൽ, ഒരു ആന്ത്രാസീനും ഒരു ഫീനാന്ത്രീനും എന്താണ് ഗ്രീൻ ഓയിൽസ് ആണ്. പിന്നെ ഒരു പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ബാക്കി ഒരു ലൈറ്റ് ഓയിൽ കിട്ടി, ഒരു ക്രൂഡ് ഓയിൽ കിട്ടി, പിന്നെ എന്താണ് മിഡിൽ ഓയിൽ കിട്ടി, ഹെവി ഓയിൽ കിട്ടി, ഗ്രീൻ ഓയിൽ കിട്ടി. ഇതിന്റെ ബാക്കി എല്ലാം കൂടെ വരുന്നതാണ് റെസിഡ്യൂ എന്ന് പറയുന്നത്. അതിനകത്ത് കാർബൺ മാത്രമായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവും. പിന്നെന്താണ് റെസൊണൻസ്. സോ phenomenon by virtue of which a single molecule can be compounds represented in two or more structures is called resonance. നമ്മൾ ഇവിടെ റെസൊണൻസ് ഈ കണ്ടത് രണ്ടും എന്താണ്? റെസൊണൻസ് ആണ് അല്ലെ? അല്ലെങ്കിൽ ഇത് രണ്ടുപേരുടെയും കൂടെ എന്താണ് ഒരു കോമ്പൗണ്ട് ഒരു ഒരുമിച്ച് ചേർന്ന ഒരു സ്ട്രക്ചർ ആണ് നമുക്ക് റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പൊ അവർ രണ്ടും ഒരു സിംഗിൾ മോളിക്യൂൾ എന്താണ് രണ്ടോ അതിലധികമോ സ്ട്രക്ചർ ആയിട്ട് ഒരു കോമ്പൗണ്ട് തന്നെ പല സ്ട്രക്ചറിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അതിന് ആ ഒരു സ്ട്രക്ചേഴ്സിനെ എല്ലാം നമുക്ക് പറയാൻ പറ്റും റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബെൻസീന്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഓർത്തോ പാരാ ഡയറക്ടേഴ്സ് ഉണ്ട്. അതായത് ഗ്രൂപ്പ്സ് വിച്ച് ഡയറക്ട് ദ ഇൻകമിംഗ് ഇലക്ട്രോഫൈൽ ടു അറ്റാച്ച് ആൻഡ് ഓർത്തോ പാരാ പൊസിഷൻ. ഓർത്തോ പൊസിഷൻ ഇപ്പൊ നമുക്ക് പൊസിഷൻസ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് രണ്ട് പൊസിഷൻ ആണ് ഓർത്തോ പൊസിഷൻ, ഏറ്റവും താഴെയുള്ള പൊസിഷൻ ആണ് പാരാ പൊസിഷൻ. പിന്നെ അതിന്റെ ഓർത്തോയുടെ തൊട്ട് താഴെയുള്ള മെറ്റാ പൊസിഷൻ. ഓർത്തോ മെറ്റാ പാരാ പൊസിഷൻസ് ഉണ്ട്. അപ്പം ഗ്രൂപ്പ് വിച്ച് ഡയറക്ട് ദ ഇൻകമിംഗ് ഇലക്ട്രോഫൈൽ ടു ഓർത്തോ അല്ലെങ്കിൽ പാരാ ഡയറക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഓർത്തോ പൊസിഷനിലേക്കോ പാരാ പൊസിഷനിലേക്കോ ഡയറക്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളെ വരുന്ന ഇലക്ട്രോഫൈലിനെ ആ ഓർത്തോ പാരാ പൊസിഷൻസിലേക്ക് ഡയറക്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് ഓർത്തോ പാരാ ഡയറക്ടേഴ്സ്. മെറ്റാ ഡയറക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻകമിംഗ് ഇലക്ട്രോഫൈലിനെ മെറ്റാ പൊസിഷനിലേക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഡയറക്ട് ചെയ്യുന്നതാണ് മെറ്റാ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം റെസൊണൻസ് രണ്ടിന്റെയും കാണിച്ചിട്ടുണ്ട്. ഓരോ പൊസിഷൻ അറ്റാച്ച് ചെയ്യുന്നതാണ് അതിന്റെ ഡിഫറൻസ് അവിടെ പല ഡെറിവേറ്റീവ് ആയിരിക്കും. ബെൻസിന്റെ തന്നെ പല രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും കിട്ടും. അത്രയും കാര്യങ്ങളാണ് ചർമ്മത്തിൽ പഠിക്കാനുള്ളത്. ഹൈഡ്രോ കാർബൺസിന് ആൽക്കൈൻ പഠിക്കാനുണ്ട്, അതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, യൂസസ്. പിന്നെ ആൽക്കീൻസ് ഉണ്ട്, അതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, നെയിമുള്ള റിയാക്ഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. പിന്നെ എന്താണ് നമുക്ക് അതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. മർക്കോണിക്കോസ്റ്റൂള്, ഖരാഷ് എഫക്ട് അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. പിന്നെ ആൽക്കൈൻസ് ഉണ്ട്, അതിൽ ഈഥൈന്റെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് പഠിക്കുന്നത്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, പിന്നെ അറോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ. താങ്ക് യു.